8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആനുവൽ എക്സാമിന്റെ 12ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ് എന്ത് ഫാമേഴ്സും മാർക്കറ്റും കർഷകരും വിപണിയും തമ്മിലുള്ള ബന്ധം. അതായത് ഫാമേഴ്സ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്ത സാധനങ്ങൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റ് അഥവാ വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സൺ ഡയഗ്രം അഥവാ ഈ ഒരു പദ സൂര്യൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെക്കട്ടെ, എക്സാമിന് എന്ത് ചെയ്തേക്കാൻ ചോദിച്ചേക്കാം. അതായത് ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെ മെത്തേഡ് അഥവാ ഏതൊക്കെ രീതിയിലൂടെയാണ് മാർക്കറ്റ് അഥവാ വിപണിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റൻസ് ചോദിച്ചേക്കാം. ഫാമേഴ്സ് ക്യാൻ സെൽ ദർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ത്രൂ വാരിയസ് ചാനൽസ് ടു എൻഷുർ ബെറ്റർ ഇൻകം. ദിസ് സിഗ്നിഫൈസ് എ ചാനൽസ് അല്ലെ മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുന്നതിനായിട്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിവിധ രീതിയിൽ വിപണിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏതൊക്കെ രീതിയിലാണ് ഈ രീതികൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. വേറെ ഒന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പോയിന്റ് അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കട്ടോ. അപ്പോൾ ഫാമേഴ്സ് എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റിലേക്ക് അഥവാ വിപണിയിലേക്ക് എത്തിക്കുന്നത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യമാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. പിന്നെ എക്സാമിന് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, വിവിധ തരം മാർക്കറ്റ് അഥവാ വിപണികൾ ചോദിച്ചേക്കാം. ഓർഗനൈസ്ഡ് മാർക്കറ്റ് അഥവാ സംഘടിത കാർഷിക വിപണിയുണ്ട്, അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് അഥവാ അസംഘടിത കാർഷിക വിപണിയുണ്ട്. ഇനി റൂറൽ പ്രൈമറി മാർക്കറ്റിലെ ഗ്രാമത്തിലെ മാർക്കറ്റുകൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. വില്ലേജ് മാർക്കറ്റ്, ഹാറ്റൊക്കെ എന്താടാ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ എന്തുണ്ട് നമ്മളെ ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെ, ഹോൾസെയിൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തേക്കാം, അത് മൊത്ത വ്യാപാര വിപണിയെ കുറിച്ചിട്ടും എക്സാം ചോദിച്ചേക്കാം. അതേപോലെ ചാലഞ്ചസ് ഫേസ് ബൈ അഗ്രികൾച്ചർ മാർക്കറ്റ് അല്ലെ, കാർഷിക വിപണി നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാലഞ്ചസ് ഫേസ് ബൈ അഗ്രികൾച്ചർ മാർക്കറ്റ് അല്ലെ, കാർഷിക വിപണി നേരിടുന്ന പ്രശ്നങ്ങളും ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ഉറപ്പ് വരുത്തട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. മാക്സിമം മനസ്സിലേക്ക് എന്ത് ചെയ്ത ലിങ്ക് ഷെയർ ചെയ്തോ. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ ആഫി സൈനിങ് ഓഫ്. ബൈ.